നാടിനെ നടുക്കിയ മഹാദുരന്തം മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ഒരാണ്ട് തികയുകയാണ്. 298 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. 32 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാണാതായവരെ മരിച്ചവരായി ഔദ്യോഗികമായി സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മഹാദുരന്തത്തിൽ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒട്ടേറെ രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ അന്ന് കണ്ടു. ആ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഓടിയെത്തിയത് ഫയർഫോഴ്സ് അഗ്നിശമന സേനാംഗങ്ങളായിരുന്നു, അഗ്നിരക്ഷാ സേനാംഗങ്ങളായിരുന്നു. കൽപ്പറ്റ ഫയർ യൂണിറ്റിലാണ് നമ്മളിപ്പോഴുള്ളത്. കൽപ്പറ്റ ഫയർ യൂണിറ്റിലേക്കാണ് ആദ്യത്തെ വിളി വന്നത്. ആ ദുരന്തത്തിൻ്റെ ആദ്യ വിളി കേട്ടതും അപ്പോൾ തന്നെ ഇവിടെ നിന്ന് വാഹനമെടുത്ത് 10 പേരടങ്ങുന്ന 2 സംഘമാണ് ആദ്യമായി ചൂരൽമലയിലേക്ക് പോയത്. അതിന് ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ഒരാൾ മാത്രം അന്നത്തെ ഫയർ ഓഫീസറായിരുന്ന ആൾ റിട്ടയർ ആയതിനെ തുടർന്ന് അദ്ദേഹമില്ല. ബാക്കി എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്. സാറായിരുന്നല്ലോ അവരുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്നത്, അല്ലേ? അനിൽ സാറ്, എന്തായിരുന്നു ആദ്യത്തെ കോൾ? എങ്ങനെയാണ് നമുക്ക് വന്നത്? അത് രാത്രി ഒരു 1:45 അന്ന് തന്നെ നമുക്ക് അറിയാമല്ലോ, കാരണം അതിശക്തമായ മഴയാണ്. അപ്പോൾ നമുക്ക് ആരും തന്നെ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയില്ല. അപ്പം എന്തോ സംഭവം വരുന്നതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ 1:45 പിന്നെ മണികണ്ഠൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ വിളിക്കുന്നത്, സാറേ ചൂരൽമലയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഉടനെ മരിക്കും, എത്രയും വരണമെന്നാണ് മെസ്സേജ്. ഞങ്ങൾ ഒട്ടും താമസിച്ചില്ല തന്നെ ഇവിടെ 2 ക്രൂ ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു മരം വീണിരുന്നു. ആ മരം മുറിക്കാൻ വേണ്ടി ഏകദേശം 1.25 മണിക്കൂർ സമയമെടുത്തു. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തെ പിന്നെ അതിന് പുറകെ തന്നെ പോലീസുകാർ, റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ പുറകെ ഞങ്ങളുടെ കൊടുത്ത് ജോയിൻ ചെയ്തു. അപ്പം ഈ മരം മുറിച്ച് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പം കൂരിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. കാല് ഞങ്ങൾ നിലത്തേക്ക് വെക്കുമ്പോഴത്തേന് ചെളിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ട സംഭവം തിരിയുന്നില്ല. പിന്നെ അവിടെ ഇറങ്ങി ഞങ്ങൾ പയ്യെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ നോക്കുമ്പം വീണ്ടും ശക്തമായ വെള്ളമാണ്. പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ അസ്കാലൈറ്റ് കത്തിച്ചു, അല്ല ടവർ ലൈറ്റ് കത്തിച്ച് വെച്ചു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു തന്നാൽ പിന്നെ അത് നമ്മൾ വന്നതല്ലേ, അങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട്, പോലീസുകാർ. അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങനെ ഒരു ടീമായിട്ട് അങ്ങനെ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ കിടപ്പുണ്ടാകും. 1-2 പേരെ ഞങ്ങൾ രക്ഷിച്ച് കൊണ്ടുവന്നു. വീണ്ടും പോകാൻ നേരത്ത് ദൂരത്തിൽ ആളുടെ ഒച്ച കേൾക്കാം, അടുത്തത് വരുന്നുണ്ട്, ഓടിക്കുമെന്ന ശബ്ദം. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അതികഠിനമായ ശബ്ദമാണ്, ഭയങ്കര ശബ്ദം. എന്താ പറയുക, ഈ കല്ലും വെള്ളമെല്ലാം കൂടെ കൂട്ടി ഉണ്ടാകുന്നൊരു ഗംഭീരമായൊരു ശബ്ദമുണ്ടല്ലോ, ഒരു ഹുങ്കാരം, ഗുരു 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 എന്നൊരു ശബ്ദമുണ്ട്. അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് ഓടുകയാണ്. ഓടുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഒരു ജീവനും മരണത്തിനിടയ്ക്കുള്ള ഒരു സംഭവമായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് ഈ മരത്തെ ഞങ്ങൾ ഇപ്പോഴും പിന്നീട് ഒരു 6 മാസത്തോളം ഞങ്ങൾ രക്ഷാപ്രവർത്തനം അവിടെ പോകുമായിരുന്നു. അപ്പോൾ ഈ മരത്തെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുമ്പോൾ നമസ്കരിക്കും, പൊന്നു പറയുമ്പോൾ നീ ഞങ്ങളെ രക്ഷിച്ചത്. കാരണം ഈ മരം അവിടെ വീണ് ഞങ്ങളവിടെ 1/2 മണിക്കൂർ ഡിലേ ആയില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പം എന്ത് ചെയ്യും, ഈ പുഴയിലേക്ക് ഇറങ്ങിപ്പോവും. അന്ന് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ഉണ്ടായിരുന്നു, കലക്ടറും നിങ്ങളെത്തി കുറച്ച് തൊട്ട് പിന്നാലെ തന്നെ എത്തിയിരുന്നു, അല്ലേ? ആ സമയത്ത് ആദ്യം വീണ് കിടന്ന ഒരാളെ നിങ്ങൾ രക്ഷപ്പെടുത്തിയതായിട്ട് അന്നത്തെ സ്റ്റേഷൻ ഓഫീസർ നമ്മളുടെ ഒരു അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ ആദ്യത്തെ ആൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞോ നമുക്ക്? ഞങ്ങൾ അദ്ദേഹത്തെ മറ്റേ എടുത്തുകൊണ്ട് പുറത്തുകൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും പോയി. അന്നേരം അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. പിന്നീട് അതിനെ അറിയത്തില്ലായിരുന്നു. കാരണം വീണ്ടും ഇങ്ങനെ ബോഡി വന്നുകൊണ്ടിരിക്കില്ല, ബോഡിയായിട്ടും ജീവനുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ പിന്നീട് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയില്ല, നിലവിൽ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രധാനപ്പെട്ട ഭീഷണി നമുക്ക് കൂറ്റാക്കൂരി ഇരുട്ടാണ്, രണ്ടാമത് കനത്ത മഴയായിരുന്നു, പിന്നീട് എല്ലാവരും ഒരു ഭീതിയോടുകൂടി നിൽക്കുന്ന സമയത്ത് അപ്പോൾ അവർക്കൊരു ധൈര്യം കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നില്ലായിരുന്നു? ഉണ്ടായിരുന്നു. അടുത്ത പ്രധാന ഒരു ഗുണം എന്ന് വെച്ചാൽ നാട്ടുകാരുടെ സഹകരണം, അതെടുത്ത് പറയണം. അതായത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാ രീതിയിലും സജ്ജമായ രീതിയിൽ വാഹനങ്ങളടക്കം അവിടെ തയ്യാറാണ്. അപ്പോൾ അവരും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് ഞങ്ങൾ കയറിച്ചത്. കാരണം അവിടെ കൂരി കിട്ടുമെന്ന് പറഞ്ഞാൽ അന്നത്തെ സമയം എന്ന് വെച്ചാൽ മഞ്ഞും അതുപോലെ മഴയുമായിട്ട് തീരെ കാണാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ടവർ ലൈറ്റ് കത്തിച്ചതിന് ശേഷമാണ് അവിടെ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രകാശം വരുന്നത് തന്നെ. പക്ഷേ പിന്നീട് നമുക്കതിൻ്റെ ഭീകരത വെളിച്ചം വരുന്തോറുമാണ് നമുക്ക് മനസ്സിലാവുണ്ടാവുക. കാരണം നമ്മൾ ആദ്യം കണ്ടപ്പോൾ നമ്മൾ ഈ ചൂരൽമല ഇത്രയേ ഉള്ളൂ എന്നാണ് നമ്മുടെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ, ആ പാലം പൊളിഞ്ഞു എന്നൊക്കെ ഉള്ളത് പിന്നീട് വെളിച്ചത്താണ് നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിൽ ആകെ ടോർച്ചിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ കയ്യിൽ ടോർച്ചും എല്ലാവരും കയ്യിൽ ഓരോ റോപ്പിൻ്റെ കഷ്ണമായിട്ടാണ് നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നത്. കാരണം ആ ഒരു പശിമ കൂടിയിട്ടുള്ള വളരെ ഒട്ടിപ്പിടിക്കുന്ന മണ്ണാണ്, അതിലെ ചവിട്ടി നമുക്ക് അല്പദൂരം പോലും മര്യാദയ്ക്ക് നടക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴാണ് സാറ് പറഞ്ഞ മാതിരി വീണ്ടും മണ്ണിടിച്ചിൽ വരുന്നതും ബഹളം വരുന്നതും. അപ്പോൾ പിന്നീടും നമ്മൾ സ്റ്റേഷൻ ഓഫീസറടക്കം വന്നു. നമ്മൾ പിന്നീട് നേരിട്ട് പോവാതെ ഒരു മല ചുറ്റി കറങ്ങിയിട്ടാണ് നമ്മൾ അപ്പുറ ഭാഗത്തേക്ക് ചെല്ലുന്നത്. കാരണം അത്ര ഇരുട്ടാണ്. നമ്മുടെ കയ്യിൽ തന്നെ ടോർച്ചുള്ളൂ, നാട്ടുകാർ അത്യാവശ്യം പേരുടെ കയ്യിലുണ്ട് എന്നല്ലാതെ.
അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ വീണ് കിടക്കുന്നവരെ അടക്കം നമ്മൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ വലിയ സജ്ജീകരണം കൊണ്ടല്ല പോയിട്ടുണ്ടാവുക. ആദ്യം പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ റെസ്പോൺസ് നമ്മൾ അറിയാനാണ് പോകുന്നത്. അപ്പോൾ ദൂരം നിന്ന് പോലും നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്. രക്ഷപ്പെട്ട് പോയവർ ഈ മലകളിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ അവിടെ സേഫായി നിന്നുകൊണ്ട് നമുക്ക് ടോർച്ച് അടിച്ച് കാണിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ നമുക്ക് അവരെയും കാണാൻ സാധിക്കും. പക്ഷേ അവരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സാഹചര്യം ഒന്നും അപ്പം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ മല ചുറ്റി പോകണ വഴിക്ക് കിട്ടുന്നവരെ നമ്മൾ 2 പേരെ കൊടുത്ത് വിട്ടുകൊണ്ട് ആണ് നമ്മൾ പോകേണ്ടായിരുന്നു. പിന്നീടാണ് വെളിച്ചം വന്നപ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലായത്. നമുക്ക് ആ മലേൻ്റെ മുകളിൽ നിന്ന് തന്നെ ഞങ്ങളിങ്ങനെ ടോർച്ച് അടിക്കുമ്പോൾ നമുക്ക് കാണാം പുഴയുടെ അക്കരെ കുടുങ്ങി കിടക്കുന്ന വീടുകളുടെ മുകളിൽ 10-15 ആൾക്കാർ കുടുങ്ങി കിടന്ന് നമ്മളെ കൈ കാണിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ യാചിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് നേരിട്ട് ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അവിടെ. അപ്പോൾ നമ്മളെന്തൊക്കെയാ അത് ഫസ്റ്റ് റെസ്പോണ്ട് എന്നുള്ള രീതിയിൽ അവരെ നമ്മളെ രക്ഷിച്ചുകൊണ്ട് വരണം എന്നുള്ള തീരുമാനം എടുക്കും. നമ്മളാണ് ആദ്യമായിട്ട് ഈ റോപ്പാണ് ഈ കിടക്കുന്ന ആ ഒരു ലാഡറിൽ ഈ ലാഡർ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് അതിലേക്ക് ഒരു വഴി നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. കാരണം അപ്പോൾ ആ നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ്. നമുക്കൊരു ഉത്തരവ് തരാൻ ഒരാളോ അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടേതായ രീതിയിൽ ചിന്തിച്ചിട്ടാണ് തീരുമാനം പോകണം. കാരണം ആ റോപ്പിന് പകരം വെച്ചിട്ട് പോകാൻ വേറൊരു വഴിയില്ല അവിടെ. അതായത് നമുക്ക് കയറിലൊന്നും തൂങ്ങി പോകാൻ പറ്റുന്ന സാഹചര്യമില്ല. ഉദ്ദേശിക്കുന്നത് പാലത്തിൻ്റെ താഴെ സെൻട്രൽ ഭാഗം അവിടേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ ആൾക്കാരെ എടുത്തു വന്നത്. വേറെ നമുക്ക് അതിലേക്ക് പോകാൻ ഒരു വഴിയില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ലാഡർ ഉള്ളത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ലാഡർ അക്കരയ്ക്ക് കിടക്കുന്നതും ആ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ തിരിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത്. സാറേ, ഇപ്പം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് നമ്മളെ ഫയർഫോഴ്സിലെ ആളുകൾ എത്തിയിരുന്നു അല്ലേ? ഏകദേശം എത്ര ദിവസത്തോളം അവർ ഇവിടെ തങ്ങി? ഞങ്ങൾ ലാസ്റ്റ് ഫെബ്രുവരി 5 വരെ അല്ലേ, 2025 ഫെബ്രുവരി 25 വരെ ഞങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്റ്റേഷനിൽ നിന്നും ജീവനക്കാരും CDV വളണ്ടിയർമാരും ആ പരിപാടിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 10-15 ദിവസം കഠിനമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് ലീവ് ഓഫും ഇല്ലാതെ എല്ലാ ജീവനക്കാരും ഡെയിലി വേജസുള്ള ഹോം ഗാർഡ് അടക്കം എല്ലാവരും ഇന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഫയർ ഫോഴ്സുകാർ വന്നിരുന്നല്ലോ. അവർ എത്ര ദിവസം പ്രസ്താവന? അവർ ആദ്യത്തെ 6 ദിവസം അല്ലേ, 6 ദിവസത്തോളം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ സർവീസ് തന്നെ മൊത്തം ഏകദേശം 4000-ഓളം പേര് നമ്മൾ ജീവനക്കാരുള്ളൂ. ഈ 4000-ൻ്റെ 1% ഇവിടെ ഉണ്ടായിരുന്നു. അതായത് 1/3 ഭാഗം ഈ സ്റ്റേഷൻ്റെ ഈ പരിധിയിലായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇരട്ടിയാണ് CDV-കാരടക്കം ആപത്മിത്രക്കാരടക്കം വരുന്ന അവരെല്ലാം നമ്മൾ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, ഞങ്ങൾ ഈ ചുമന്ന വണ്ടിയിൽ അവിടെ എത്തിയ ആൾക്കാരാണ്. കാരണം വേറൊരു വാഹനം അവിടെ എത്തുന്നതിന് മുമ്പ് ആ മരമടക്കം മണ്ണടക്കം മാറ്റി ആദ്യം അവിടെ എത്തുന്നവർ ഞങ്ങളാണ്. അപ്പം ഞങ്ങൾ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ചുമന്ന വണ്ടിയിൽ ആദ്യം വന്നവരാണ്. ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് അവസാനം തിരിച്ചു പോകുന്നതും ഈ ചുമന്ന വണ്ടി ആയിരിക്കും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. അത് 6 മാസത്തോളം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് മറ്റേതാ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ ഒരു ക്രൂ അവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ആഴ്ചയോളം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അവിടെ തന്നെ നിന്നു. പിന്നീട് ഓരോ ടേൺ മാറി വയനാട്ടിലെ തന്നെ 3 സ്റ്റേഷനുകളിൽ നിന്ന് മാറി 6 മാസത്തോളം നമ്മൾ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അനിൽ സാറേ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ മൃതദേഹം കിട്ടി, 298 മൃതദേഹവും പിന്നെ ബോഡി പാർട്സാണ് കിട്ടുന്നത്. കൈ കിട്ടുന്നു, കാല് കിട്ടുന്നു, നമ്മളൊക്കെ പലപ്പോഴും അവിടെ കണ്ടതാണ്. ആ ശരീരഭാഗങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ടീം അംഗങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ആദ്യം കാണുന്നതൊക്കെ എന്താ പറയുക, മനസ്സ് മരവിച്ചൊരവസ്ഥയായിരുന്നു. കാരണം ജീവിതത്തിൽ ഇങ്ങനെയാണല്ലോ, ഒന്നിച്ച് ആ ബോഡികൾ കാണുക, ഒന്നിച്ച് ബോഡി പാർട്ട് കാണുക. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ എല്ലാവരുടെയും ഒരു മനസ്സിൻ്റെ ധൈര്യം കൊണ്ടാണ് ഞങ്ങളത് ചെയ്ത് ഒരു സേവന പ്രവർത്തനമായിട്ട് കണ്ട്. ഒരിക്കലും നമ്മൾ എന്താ പറയുക, വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങളാണ് നടന്നത്. തീർച്ചയായും ഒരിക്കലും ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. എങ്കിലും നിങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ സർവീസിനിടയ്ക്ക് വലിയൊരു അനുഭവമായിരിക്കുമല്ലോ ഇത്. ആ സമയങ്ങളിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, നമുക്ക് മുൻപരിചയമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റിയതൊക്കെ? ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരനാണ്. പോണ വഴിക്കാണ്, ഞാനന്ന് ഓഫ് ഡ്യൂട്ടി ആയിരുന്നു. രാത്രിയാണ് ഞങ്ങൾ കോൾ വന്നത്. അപ്പോൾ ഞാൻ വഴിയിൽ നിന്നാണ് വണ്ടിയിൽ കയറി പോണത്. അപ്പോൾ എനിക്ക് അവിടുത്തെ നിന്നിട്ടുണ്ടെങ്കിൽ ജിയോളജിക്കൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നാമത് ഇരുട്ടൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ കണ്ടൊരു ലോകമല്ല അപ്പോൾ അവിടെ ബാക്കിയുള്ളത്. അങ്ങനെ വല്ലാത്തൊരു നടുക്കായിരുന്നു. പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി, അങ്ങ് പോയി, പിന്നെ എല്ലാവരും കൂടി കൂടുന്നു, മൃതദേഹങ്ങൾ വരുന്നു. ഒരു വല്ലാത്തൊരു അറിയിപ്പായിരുന്നു ഒരു 3-4 ദിവസം വരെ.
ഞാനൊരു ദിവസം നിങ്ങളൊക്കെ കൂടി അവിടെ കണ്ടത് കുറേ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ പെറുക്കി കൂട്ടുന്നു, വലിയ മരങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ മരങ്ങൾ വന്ന് അടിഞ്ഞതൊരു തടസ്സമായിരുന്നു. നമ്മൾ സ്കൂൾ റോഡ് വഴി നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമുക്ക് മരങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ജീപ്പും മറ്റ് ജനങ്ങൾ സന്നദ്ധ പ്രവർത്തകർ വന്ന് മരം മുറിച്ച് മാറ്റുകയും കുറേ നമ്മൾ ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം പടവട്ടിക്കുന്ന് വഴി നമ്മൾ കയറിയതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഒരു 12ഓളം പേര് ഒരു വീടിൻ്റെ 2ാം നിലയിൽ കുടുങ്ങിയത്. 12ഓളം പേരെ എടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം ആദ്യമായിട്ട് നമ്മളവിടെ പിന്നെ രാവിലെ നേരം വെളുക്കുന്ന ഒരു 5:30 കൂടി ആരംഭിക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് കിട്ടുന്നത് ബോഡി പാർട്സും ബോഡിയും ഇഷ്ടം പോലെ. നമുക്കതാ പറഞ്ഞത്, നമ്മൾ പിന്നെ നമ്മുടെ മരവിച്ച മനസ്സുമായി നമ്മൾ മുന്നോട്ട് പോയി. കാരണം നമുക്ക് ചിന്തിക്കാനോ പറയാനോ ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. നമ്മൾ പ്രവൃത്തി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ എടുക്കുമ്പോഴേക്കും തന്നെ നാട്ടുകാരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരും വളരെ ശക്തമായ ഒരു സേവനമാണ് അവരുടെ ചെയ്തത്. അവരാണ് ഇത് നമ്മൾ ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴേക്കും തന്നെ അവർ നമ്മോട് കൂടെ സപ്പോർട്ടായിട്ട് അവരെല്ലാം എടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു. അതേപോലെ തന്നെ അരുണിനെ ഞങ്ങൾ ഏകദേശം 11 മണിയോടുകൂടി കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അരുണിനെ ഏകദേശം 1 മണിയോടുകൂടി 2 മണിക്കൂർ നമ്മൾ പരിശ്രമിച്ചിട്ടാണ് നമ്മൾ അരുണിനെ എടുക്കാൻ പറ്റിയത്. അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ നമ്മൾ മുണ്ടക്കൈ സ്കൂളിൻ്റെ ഭാഗത്ത് 4-5 ബോഡി നമ്മൾ ഇപ്പുറത്തുനിന്ന് കണ്ടിട്ടും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ യാതൊരു നിവൃത്തിയില്ലായിരുന്നു. അപ്പുറത്തുണ്ടായിരുന്ന ഒരാളെ, ഒരു മരം വെട്ടുകാരന്, പേരൊന്നും എനിക്കറിയില്ല, നമ്മൾ വിളിച്ച് റോപ്പ് അപ്പുറത്ത് ഇടിയിപ്പിച്ച് ആ റോപ്പ് അവിടെ ഒരു പാറക്കല്ലിൻ്റെ മുകളിൽ കെട്ടി ആ റോപ്പേ കൂടി തൂങ്ങിയിട്ടാണ് നമ്മൾ അപ്പുറത്ത് പോയി നമ്മൾ റെസ്ക്യൂ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് മിലിറ്ററിയും മറ്റു കാര്യങ്ങളും എല്ലാം അഡ്വാൻസ് ആയിട്ട് ആ റൂട്ടിൽ കൂടെ തന്നെയാണ് ആദ്യമായിട്ട് അവിടേക്ക് ചെല്ലുന്നത്. നമ്മൾ പടവട്ടിക്കുന്ന് വഴിയാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ടീമുകൾ പാലം നിർമ്മിച്ചു, നമ്മുടെ ലാഡർ കൊണ്ട് പാലം നിർമ്മിച്ചു. നമ്മൾ മുകളിൽ നിന്ന് ആളെ ഇറക്കിയും 200ഓളം പേരും ഒരു 4-5 മൃതദേഹങ്ങളും നമ്മൾ അവിടെ ഒരൊറ്റ സ്ഥലത്ത് ഇവർ ഓടിക്കൂടിയ ആളുകളെല്ലാം കൂടി മുണ്ടക്കൈ പള്ളിയുടെ പുറകിൽ, മുസ്ലിം പള്ളിയുടെ പുറകിൽ ഏകദേശം 200ഓളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അവരെയും അവരുടെ കൂടെ അവരുടെ കുടുംബത്തിലെ മരിച്ച ഒരു 4 പേരുടെ ബോഡി അടക്കമാണ് ആദ്യമായിട്ട് അവരിൽ പരിക്ക് പറ്റിയവരെയാണ് നമ്മൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് റെസ്ക്യൂ ചെയ്തത്. അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ പോവുകയും ബോഡി പാർട്സ് പുഞ്ചിരിമട്ടം എന്നുള്ളൊരു സ്ഥലം ഞങ്ങളുടെ മനസ്സിലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് മുണ്ടക്കൈ പള്ളി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഒന്നും കാണാൻ പറ്റാത്ത കോടയായിരുന്നു. 6:30 ഞങ്ങൾ പിന്നെ മിലിറ്ററിയും മറ്റു ഫോഴ്സുകളും തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോഴും 25 മൃതദേഹവുമായിട്ട് നമ്മൾ പകച്ചു നിൽക്കുകയായിരുന്നു. കാരണം നമുക്കത് ഇറക്കാനുള്ള യാതൊരുവിധ സാഹചര്യവും ഇല്ലായിരുന്നു. പക്ഷേ രാത്രി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ജീവനക്കാരുടെ, നമ്മുടെ ഹെഡ് ഓഫീസർമാർ തീരുമാനമെടുക്കുകയും ആ മൃതദേഹം ഇപ്പുറത്ത് എത്തിച്ചിട്ടേ ഫയർഫോഴ്സിലെ ലാസ്റ്റ് ജീവനക്കാരൻ അവിടുന്ന് പോരുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അതുപ്രകാരം ആ പരിസരത്തുണ്ടായിരുന്ന ഒരു ജീപ്പിലും മറ്റു വാഹനങ്ങളിലുമായിട്ട് നമ്മൾ ഈ ബോഡി നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കുകയും അവിടുന്ന് സിപ്പ് ലൈനിലൂടെ ഈ 25ഓളം മൃതദേഹങ്ങൾ നമ്മൾ ഇപ്പുറത്ത് എത്തിച്ചതിന് ശേഷം മാത്രമാണ് 12:30 കൂടിയാണ് ലാസ്റ്റ് ഫയർഫോഴ്സുകാർ അവിടുന്ന് ആദ്യത്തെ ദിവസം അവിടുത്തെ പ്രവർത്തനം. കാരണം എന്താണെന്ന് വെച്ചാൽ കഠിനമായ മഴ കാരണം, അല്ലെങ്കിൽ ഒരിക്കലും അവിടുത്തെ ആ പ്രവൃത്തി ഞങ്ങൾ നിർത്തുകയില്ലായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ രാത്രിയാണെങ്കിലും ഇനി പൊട്ടിയാലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാം. കാരണം നമ്മൾ ഓരോ അടി വെക്കുമ്പോഴും നമുക്ക് ഓരോ ബോഡി പാർട്സ് അല്ലെങ്കിൽ ബോഡിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ പ്രവർത്തിച്ചിടത്തു നിന്നൊക്കെ നമുക്ക്, കാരണം നമ്മൾ ചെതറിക്കിടക്കുന്ന മൃതദേഹങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നും നമ്മളെടുത്ത് സേവ് ചെയ്യുക, ബോഡി പാർട്സ് കിട്ടുക. അത് അങ്ങനെ നമുക്കൊരു തുണിയോ ഒന്നുമില്ല. അടുത്ത വീടുകളിൽ നിന്നുള്ള പൊളിഞ്ഞു കിടക്കുന്ന വീടുകളിൽ നിന്ന് തുണി എടുത്തിട്ടും പ്ലാസ്റ്റിക് ഷീറ്റ് വീടിൻ്റെ പുറകിൽ കെട്ടിയേക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോന്നും റിക്കവർ ചെയ്ത് അതാത് ആളുകളെ, തൊട്ടടുത്ത ആളുകളെ ഏൽപ്പിച്ച് അതങ്ങനെ ഏകദേശം 12 മണിയോട് കൂടിയാണ് ആദ്യത്തെ ദിവസത്തെ സെർച്ചിങ് തന്നെ നമ്മൾ ബോഡി കടത്തിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതായത് ഫയർഫോഴ്സിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് നമുക്കറിയാം, വയനാട് ജില്ലയിൽ 3 ഫയർ സ്റ്റേഷനുകളാണുള്ളത്. പിന്നെ പുറത്തു നിന്നുള്ള ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ആളുകളും വന്നിരുന്നു. ഇപ്പോൾ സാറ് ജില്ലാ ശരിക്കും ഇതൊക്കെ ഏകോപിച്ചിരുന്നത് ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു. മറ്റ് സേനാംഗങ്ങളെയൊക്കെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് വന്നവരെയൊക്കെ എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തത്? ശരിക്കും ഇതൊരു ആദ്യഘട്ടങ്ങളിൽ ഫയർ സർവീസ് തന്നെ ആയിരുന്നു. മറ്റ് സംവിധാനങ്ങൾ ഇടപെടുന്നതിന് മുമ്പ് വരെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. അപ്പം അതിനുശേഷം ഒരു കമാൻഡിങ് സംവിധാനം രൂപപ്പെടുകയും ഒരു കൺട്രോൾ റൂം ആകുകയും ചെയ്തു. അപ്പോൾ കേന്ദ്ര സേനയെ, അതുപോലെ തന്നെ നാഷണൽ NDRFകൾ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഫയർ സർവീസുകൾ, അതുകൊണ്ട് തന്നെ സിവിൽ ഡിഫൻസ്, വോളണ്ടറി പ്രവർത്തകരും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പൊതുജനങ്ങളും ഇതിന് ഇറങ്ങി പ്രവർത്തിച്ചു.
അന്ന് സേവനം ചെയ്ത 6 മാസത്തോളം സേവനം ചെയ്ത, അതായത് ആദ്യ മിനിറ്റിൽ അവിടെ എത്തിയ ഈ സംഘത്തെ തുടർന്ന് പിന്നീട് അവിടെ എത്തിയ എല്ലാ സേനാംഗങ്ങൾക്കും വേണ്ടി പ്രത്യേകം നന്ദി, വയനാടൻ ജനതയുടെ പ്രത്യേകം നന്ദി അവരെ അറിയിക്കുകയാണ്. എല്ലാ മലയാളികൾക്കുമുള്ള നന്ദി ഈ സേനാംഗങ്ങൾക്ക് അറിയിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ നിശ്ചയിച്ച സമയത്ത് ഈ ഷൂട്ട് തീരുമാനിച്ചതുപോലെ നടന്നു തന്നെ വളരെ അവിചാരിതമാണ്. കാരണം എപ്പോഴും ഏതെങ്കിലും ഒരു ഫോൺ കോൾ വന്നാൽ അപ്പോൾ കൈമെയ് മറന്ന് രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ടവരാണ് ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. യഥാർത്ഥത്തിൽ ഈ മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തിലെ രക്ഷാകരങ്ങളായി പ്രവർത്തിച്ച ഇവർക്കായിരിക്കട്ടെ നമ്മുടെ ബിഗ് സല്യൂട്ട്.